വെണ്ടർ ഡാനിയൽ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ അടുത്തകാലത്ത് അന്തരിച്ച VR ഗോപാലകൃഷ്ണൻ എൻ്റെ സെറ്റിൽ വന്നു. അദ്ദേഹത്തിന് വൈറൽ പനി പിടിപെട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രി ഞാനും തിലകൻ ചേട്ടനും ജഗദീഷ് ശ്രീകുമാറും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇയാളെ കാണാൻ പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ചപ്പോൾ നസീർ സാറിനെ വെച്ച് സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. വാചാലമാവുന്നു നസീർ സാറിനെ. അപ്പോൾ നസീർ സാറിനെ കണ്ടിട്ടുണ്ടോ? ഒരു തവണ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ പ്രീ ഡിഗ്രി 9ാം റാങ്കോടുകൂടി പാസ്സായ ഒരു പെൺകുട്ടിയാണ്. എനിക്ക് MBBS പഠിക്കണമെന്ന് വലിയ ആഗ്രഹം. പക്ഷേ എൻ്റെ അമ്മ ഒരു വാരസ്യാരാണ്. ഞങ്ങൾ അമ്പലത്തിൽ പൂ കെട്ടുന്ന ജോലിയാണ്. അച്ഛൻ 1.5 വയസ്സിൽ മരിച്ചു. ഒരു രക്ഷയില്ല പഠിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീടിനോട് ചേർന്നൊരു ഓലപ്പരയുണ്ട്, പഴയ തിയേറ്റർ. അവിടുത്തെ പ്രൊജക്ടർ ഓപ്പറേറ്റർ ഒരു അഡ്രസ്സ് തന്നിട്ട് പറഞ്ഞു, നിൻ്റെ ആഗ്രഹം ഈ അഡ്രസ്സ് ഒന്ന് എഴുതി അറിയിക്കാൻ പറഞ്ഞു. അത് പ്രേം നസീറിൻ്റെ അഡ്രസ്സ് വിലാസമായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജർ ചിലയങ്കി രാമകൃഷ്ണൻ നായർ ഈ വീട്ടിൽ വരികയും ആ കുട്ടിയെ MBBS വരെ, ആ കുട്ടി പറയുകയാണ്, വസ്ത്രം, ഹോസ്റ്റൽ ചെലവ്, പുസ്തകം, വണ്ടിക്കൂലി ഉൾപ്പെടെയുള്ള തുക MBBS പാസ്സാവുന്നവരെ ആ കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ ആ കുട്ടിക്ക് ഒരാഗ്രഹം, ഈ സർട്ടിഫിക്കറ്റ്, അത് 2ാമത്തെ റാങ്കോ 3ാമത്തെ റാങ്കാണ് ആ കുട്ടി കിട്ടിയിരിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നസീർ സാറെ കാണാൻ അമ്മയും വിളിച്ചുകൊണ്ട് അമ്മയും ഒരു അമ്മാവനെയും വിളിച്ച് ആ പ്രൊജക്ടർ ഓപ്പറേറ്ററെയും വിളിച്ച് മദ്രാസ് ചെന്ന് കാണിച്ചപ്പോൾ സാറിന് അറിഞ്ഞൂടേതാരാണ്. ഇതാ എത്രയോ പേരെ സഹായിക്കുന്നത് എനിക്കറിയാം. അറിയില്ല. അവിടെ അതിനുവേണ്ടി ഒരു സെക്ഷനുണ്ട്, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഈ ആളുകളെ സഹായിക്കാൻ വേണ്ടി മാത്രം. ഈ കുട്ടി അവിടെ ചെന്ന് കണ്ട് നസീർ സാറിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ നസീർ സാർ ചോദിക്കുകയാണ്, MDക്ക് പോകണ്ടേ എന്ന് ചോദിക്കുന്നു, പോസ്റ്റ് ഗ്രാജുവേഷന് പോകണ്ടേ എന്ന് ചോദിക്കുന്നു. ഈ കുട്ടി പറഞ്ഞു, ഇനി എന്തെങ്കിലും ജോലി ചെയ്ത് കുറച്ച് കാശുണ്ടാക്കിയിട്ട് അത് വേണ്ട, ഞാൻ പഠിപ്പിച്ചോളാം. അത്രയും കൂടെ ഇത്രയും മെഡിക്കൽ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു സന്തോഷമല്ലേ, എനിക്ക് വളരെ സന്തോഷമല്ലേ. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ നസീർ സാർ മരിച്ചു. അതാണ് ആ കുട്ടിയുടെ സങ്കടം. പഠിപ്പിക്കാത്തതല്ല, ആ വലിയ മനുഷ്യൻ മരിച്ചു. അതാണ് നസീർ സാർ, അതാണ് പ്രേം നസീർ.